ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാമ്പഴക്കാലമൊക്കെ ആണല്ലേ, അപ്പോൾ നമുക്കൊരു മാമ്പഴ കൂട്ടാൻ ഉണ്ടാക്കിയാലോ? വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ മാമ്പഴ കൂട്ടാനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത ചെറിയ നാട്ടുമാമ്പഴങ്ങളാണ്. നമുക്കിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കലച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ലൊരു കലച്ചട്ടി എടുക്കുക, അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മാമ്പഴവും അതുപോലെ തന്നെ പച്ചമുളകും നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മാങ്ങ മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊരു മൂടി വെച്ച് നല്ലപോലെ അടച്ചു വയ്ക്കാം. നല്ലപോലെ തള വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, കാരണം മാമ്പഴം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മാമ്പഴത്തിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലപോലെ കുറുകി വറ്റി വരണം. മാമ്പഴമായിട്ട് നല്ലപോലെ യോജിച്ച് നല്ലപോലെ കുറുകി വരുന്നൊരു പാകമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാമ്പഴത്തിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലെത്തിക്കഴിയുമ്പോൾ നമ്മൾ വെണ്ണ പോലെ അരച്ചെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങയിൽ നമുക്ക് വേണമെങ്കിൽ ജീരകം ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല പോലെ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ഒരുപാട് തിളച്ചാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും. നല്ലപോലെ യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് കട്ട തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകും മുളകൊക്കെ മൂപ്പിച്ചിടാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഒരു 2-3 ചുവന്ന മുളക് വട്ടം മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉലുവ ചേർക്കുന്നില്ല. നമ്മുടെ കടുകും മുളകും കറിവേപ്പിലെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാമ്പഴ കാലത്ത് എല്ലാവരുടെ വീട്ടിലും മാമ്പഴം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.